Hello my dear students, welcome to my channel BA Topper. Today we are going to discuss exercise 1.2, question 1 to question 6. Actually this exercise is very simple and maybe there is some confusion in some questions. Okay, so those who have been watched the previous videos, please watch those too. I will put the link in I button and in the description box. Okay, let's start. So first question is, which of the following are examples of the null set? Null set means void set or empty set. Okay, നമ്മൾ already മൂന്ന് പേരും പഠിച്ചിട്ടുണ്ട്. Okay, the same question we can it may be asked like empty set or void set. Okay, മൂന്ന് പേര് പറഞ്ഞിരിക്കണം. null set എന്ന് പറഞ്ഞാലും empty set എന്ന് പറഞ്ഞാലും void set എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. First question is set of odd natural numbers divisible by 2. Okay. Odd natural number divisible by 2 ആണോ? അല്ല. So the answer is null set. കാരണം എന്താണ് odd natural number എന്ന് പറഞ്ഞാൽ odd numbers ഒന്നും divisible by 2 അല്ല. divisible by 2 ആണെങ്കിൽ what is the condition? യൂണിറ്റ് പ്ലേസിൽ 0, 2, 4, 6, 8 ഇത് ഏതെങ്കിലും നമ്പേഴ്സ് വരണം. ഈ നമ്പേഴ്സ് വന്നതൊന്നും ഓഡ് നമ്പർ ആവില്ല. സോ 5 is the answer. 5 means empty set or void set. Okay. Then set of even prime numbers. Okay. പ്രൈം നമ്പേഴ്സ് എല്ലാം ഓഡാണോ? ഒരേ ഒരു നമ്പർ ഉണ്ട്. അതേതാ? The set of 2. Okay, 1, 2, 3, 5, 7 പിന്നെ അങ്ങോട്ടുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉള്ളത് 2 എന്നുള്ള നമ്പർ. 2 എന്ന നമ്പർ ഈവൻ നമ്പറും ആണ്, എന്നുള്ളത് പ്രൈം നമ്പറുമാണ്. സോ ഇറ്റ്സ് നോട്ട് എൻ എംപ്റ്റി സെറ്റ്. ദെൻ തേർഡ് വൺ, set of x, all x such that x is a natural numbers, x less than 5 and x greater than 7. ഓക്കെ, ക്വസ്റ്റിൽ പറഞ്ഞു നോക്കി എക്സ് ലെസ് ദാൻ 5ഉം എക്സ് ഗ്രേറ്റർ ദാൻ 7. ഞാനിപ്പോൾ ഒരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വലൻ ടു 5 ആൻഡ് ദിസ് ഇസ് ഈക്വലൻ ടു 7. ഓക്കെ, ഈ 7ന് ഗ്രേറ്റർ ആയിട്ടും ഈ 5ന് ലെസ് ആയിട്ടുമുള്ള ഏതെങ്കിലും കോമൺ നമ്പേഴ്സ് ഉണ്ടാവുമോ? ഇല്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു ഓൾസോ 5, എംപ്റ്റി സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ സെറ്റ് ഓഫ് y or y is a point common to any two parallel lines. ഉണ്ടാവുമോ? രണ്ട് പാരലൈനിന് കോമൺ ആയിട്ട് ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് ഓൾസോ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഫൈനൈറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഫൈനൈറ്റ് ആണ്. അതല്ല ഇൻഫൈനൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്ന് വെച്ചാൽ എന്താണ്? ഓൺലി 12 മന്ത്സ് അല്ലേ? ആ മന്ത്സ് ഏതൊക്കെയാണ് നമുക്ക് സെറ്റ് പറയാമല്ലോ. ജനുവരി, ഫെബ്രുവരി അല്ലേ, മാർച്ച്, ഏപ്രിൽ എക്സെട്ര. സോ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫൈനൈറ്റ്. 12 നമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ഫൈനൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1, 2, 3 എക്സെട്ര. ദാറ്റ് മീൻസ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. എക്സെട്ര ഉണ്ട് അല്ലേ? ഇറ്റ് വിൽ ഗോസ് അപ് ടു ഇൻഫിനിറ്റി. എക്സെട്ര കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഇൻഫിനിറ്റി ആണ്. സോ ദിസ് ഇസ് ഇൻഫൈനൈറ്റ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, 1, 2, 3 എക്സെട്ര 100. കൗണ്ടിങ് നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ 100 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് നമ്പറിനകത്തുള്ള നമ്പേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇറ്റ് ഇസ് ഫൈനൈറ്റ്. ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. പോസിറ്റീവ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ 100 മുതലേ ഉള്ളൂ, പക്ഷേ അവിടെ നിന്ന് മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. Then what about the last one? The set of prime numbers less than 99. ലെസ് ദാൻ 99 എന്ന് പറയുമ്പോൾ 90 താഴെയുള്ള നമ്പറാണ്. 99 എന്ന് പറയുന്നത് തന്നെ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. അപ്പോൾ അതിനേക്കാൾ താഴെയുള്ള നമ്പർ ഇപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ചോദിക്കുന്നില്ല. സോ 97 ആണ് ലാസ്റ്റ് പ്രൈം നമ്പർ. 1 തുടങ്ങും അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്കുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 1, 2, 3, 5, 7, ദെൻ 11, 13 എക്സെട്ര അപ് ടു 97 ആണ് ഈ 99 അകത്തുള്ള പ്രൈം നമ്പേഴ്സ്. പക്ഷേ അതും ഫൈനൈറ്റ് നമ്പറേ ഉള്ളൂ. So this is also finite. So next question, state whether each of the following set is finite or infinite. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക. അതിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ്, എനി നമ്പർ ഓഫ് ലൈൻസ് വി ക്യാൻ ഡ്രോ ഇൻ എനി സൈഡ് അല്ലേ? സോ ദിസ് ഈസ് ഇൻഫൈനൈറ്റ്. So infinite. Then second question, the set of letters in the English alphabet. English alphabet letter numbers, the letters in the only 26 letters A B C D up to Z. Okay, so that is finite. Then set of numbers which are multiple of 5.
മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്? 5, 10, 15, 20, 25 എക്സെട്ര. 5 ഇൻറ്റു എക്സ് ക്യാൻ ബി എനി നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 1000, 5 ഇൻറ്റു 100, 5 ഇൻറ്റു 10,000, 5 ഇൻറ്റു 10 crore. എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് 5 അല്ലേ? സോ ദിസ് ഈസ് ഇൻഫൈനൈറ്റ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 5-ൻ്റെ അല്ലേ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എക്സ് ഉണ്ട്, അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഓരോ നാച്ചുറൽ നമ്പർ വെച്ച് നമുക്ക് 5 മൾട്ടിപ്ലൈ ചെയ്യാലോ, അപ്പോൾ ഒരു നമ്പർ കിട്ടില്ലേ? സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻഫൈനൈറ്റ്. ദെൻ നെക്സ്റ്റ് ഇസ് ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ എർത്ത്. ഓക്കെ, നമുക്കത് ഇൻഫൈനൈറ്റ് എന്ന് തോന്നും, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഓൾറെഡി കണ്ടുപിടിച്ച് ഒരു റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അറൗണ്ട് 84 lakh ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആനിമൽസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഇത് ഓൾറെഡി കൗണ്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, 84 lakh എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിക്കണം കേട്ടോ, കറക്റ്റ് എമൗണ്ട് അല്ല ഞാൻ പറയുന്നത്. സോ എനിവേ അത്രയും എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇൻഫൈനൈറ്റിൽ ക്രോർസിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ, ക്രോർസ് അതിൻ്റെ മുകളിലോട്ടൊന്നും പോയിട്ടില്ല. സോ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ഇസ് ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, പാസിങ് ത്രൂ ദ ഒറിജിൻ, ഇതിലൂടെ പോകുന്ന സർക്കിൾസിൻ്റെ സെറ്റ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് ആണ്, കറക്റ്റ് പോയില്ല കേട്ടോ. ഓക്കെ, എത്ര വേണമെങ്കിലും വരയ്ക്കാം, മനസ്സിലായില്ലേ? സോ ഇതുപോലെ തന്നെയാണ് സെറ്റ് ഓഫ് നമ്പർ ഓഫ് ലൈൻസ് പാസിങ് ത്രൂ ദ സെൻറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതൊക്കെ സെറ്റ് ഓഫ് ലൈൻസ് ആണെങ്കിലും ഇതുപോലെയാണ്, ഇൻഫൈനൈറ്റ് ആണ്. സോ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിങ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. എയിലെ കണ്ടൻറ്റ് തന്നെ എല്ലാം ബിയിലുണ്ടെങ്കിൽ, എക്സ്ട്രാ ഒന്നിലും എക്സ്ട്രാ ഉണ്ടാകാൻ പാടില്ല. എയിലുള്ളതെല്ലാം ബിയിലുണ്ടാവണം, ബിയിലുള്ളതെല്ലാം എയിലുണ്ടെങ്കിൽ മാത്രമാണ് എ ഈക്വൽ ടു ബി എന്ന് പറയുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇറ്റ് ഇസ് എ ബി ബി സി സി ഡി ഡി. നമ്മൾ പറഞ്ഞതിൻ്റെ സെറ്റ് എഴുതുമ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ, ഓർഡറിൻ്റെ ഒരു പ്രോബ്ലം ഇല്ല. സോ ഹിയർ എ ഈക്വൽ ടു ബി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4, 8, 12, 6. 4, 4, 8, 8, 12 ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എ നോട്ട് ഈക്വൽ ടു ബി. നെക്സ്റ്റ് ഇസ് 2, 4, 6, 8, 10. ഓക്കെ, ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് എക്സ് ഇസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഈവൻ ഇൻറ്റീജർ എന്താ? 2, 4, 6, 8, 10 തന്നെയാണല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അപ്പോൾ 10 ഇൻക്ലൂഡ് ആണ്. ഇവിടെ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ വരാം കേട്ടോ, എക്സ് ലെസ് ദാൻ 10 എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ 10 ഇസ് നോട്ട് ഇൻക്ലൂഡ്. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഈ കേസിൽ എ ഈക്വൽ ടു ബി ആണ്. ദെൻ എ ഈക്വൽ ടു എക്സ്, സെറ്റ് ഓഫ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. നോ, മൾട്ടിപ്പിൾ ഓഫ് 10 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്. പക്ഷേ 15 25 ഒക്കെ എക്സ്ട്രാ അല്ലേ? ഓക്കെ, സോ ഹിയർ എ നോട്ട് ഈക്വൽ ടു ബി. എയിലുള്ള കണ്ടൻറ്റ് ബിയിൽ ഉണ്ടാവണമെന്ന് തന്നെയല്ലേ, ബിയിലുള്ള കണ്ടൻറ്റ് എയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എക്സ്ട്രാ ഒരു കണ്ടൻറ്റും എയിലോ ബിയിലോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ 15 25 ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. So next question, are the following pair of sets equal? Give reasons. Okay, a equal to 2, 3. Then solution of x square plus 5x plus 6 equal to 0. x square plus 5x plus 6 equal to 0 ൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് പറയുക? ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തതിനെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ സൊല്യൂഷൻ? ഇറ്റ് ഇസ് -3 and -2. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് 2 and 3. സോ സൊല്യൂഷൻ -3 -2 ആണ്. ഏതൊരു സെറ്റ് 2, 3 ആണ്. സോ here the set a equal to 2, 3 and solution is equal to -3 -2. So they are not equal. Okay, next is a is equal to set of x is a letter in the word follow and b it is wolf. So follow ഉള്ള സെറ്റ് a equal to എന്താണ്? a equal to f o l w. ഓക്കെ, wolfലോ ബിയിലോ എന്തൊക്കെയാണുള്ളത്? w o എൽ എഫ്. അപ്പോൾ നോക്കുക, എഫ് ഉണ്ട്, ഒ ഉണ്ട്, എൽ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഓക്കെ, ഫോളോയിൽ 2 എല്ലും 2 ഒയും ഉണ്ട്, പക്ഷെ നമ്മൾ എഴുതുമോ? ഇല്ല, റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. സോ ഇത് രണ്ടും ഈക്വലാണ്, എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്.
ഇതിനകത്ത് കുറേ സെറ്റ് തന്നിരിക്കുക, ഏതെങ്കിലും ഈക്വൽ സെറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ 2 4 8 12 2 ഇതിനകത്തുണ്ട്, പക്ഷെ ഇതിനകത്തില്ല. അപ്പോൾ 4 ഇതിലുണ്ട്, ഇതിലില്ല, ഇതിലുണ്ട്. ഓക്കെ 8 ഇതിലുണ്ട്, പക്ഷേ ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 4 8 12 വേറെ ഒന്നിലും ഇല്ല അല്ലേ. ഇനി 1 2 3 4 നോക്കാം. 1 2 3 4 ഇവിടെ ഉണ്ട്. 1 2 3 4 ഇതിനകത്തുണ്ട് അല്ലേ. സോ ദീസ് 2 ആർ ഈക്വൽ. ദെൻ സി 4 8 12 14 വേറെ ഒന്നിലും ഇല്ല. -1 1 ഓക്കെ -1 1 1 -1 ഉണ്ട്. സോ ദീസ് 2 ആർ ഈക്വൽ. ദെൻ F ഈക്വൽ ടു 0 ഒന്നിലും ഇല്ല. H ഇസ് ഈക്വൽ ടു 0 1 വേറെ ഒന്നിലും ഇല്ല. സോ B ഈക്വൽ ടു D, പിന്നെയുള്ളത് E ഈക്വൽ ടു G. So this is all about today's class. We have completed exercise 1.2. If you like this video, don't forget to like, share and subscribe. Thanks for watching and stay tuned for more videos.